ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ 30 ഡേയ്സ് ക്രോഷറ്റ് സീരീസാണ്. അപ്പോൾ അതിൽ ഡേ 13 ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജാസ്മിൻ സ്റ്റിച്ച്. സോ ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് യാൺ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ അക്രിലിക് യാണാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 4mm ഹൂക്ക്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെയിറ്റിലുള്ള യാൺ യൂസ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടാം. Then chain 2, ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ഹൂക്ക് നമുക്ക് പുള്ള് ചെയ്തിട്ട് കുറച്ച് ലെങ്തി ആയിട്ട് പുള്ള് ചെയ്യാം. എന്നിട്ട് ഒരു 3 ടൈംസ് നമുക്ക് പുള്ള് ചെയ്ത് യാൺ എടുക്കാം. അത് സെയിം ലെങ്ത് ആയിരിക്കണം. അതിനുശേഷം യാൺ നമ്മളൊന്ന് ഹോൾഡ് ചെയ്തിട്ട് അത് പുള്ള് ചെയ്തെടുക്കാം ഹൂക്ക്. എന്നിട്ട് അതിൽ കൂടി യാൺ ഇൻസേർട്ട് ചെയ്തിട്ട് എഗെയിൻ പുള്ള് ചെയ്തെടുക്കാം. സോ ഇതാണ് ജാസ്മിൻ ഫ്ലവർ. നെക്സ്റ്റ് ചെയിൻ 1, ദെൻ എഗെയിൻ നമ്മൾ സെയിം തന്നെ സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. യാൺ പുള്ള് ചെയ്ത് ഒരു സഡൻ ഹൈറ്റിൽ എത്തിച്ചിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് 3 ടൈംസ് ഓക്കെ. ഇപ്പോൾ നമ്മൾ സെയിം ഹൈറ്റായി. ദെൻ അതിന് ശേഷം അവിടെ ഹോൾഡ് ചെയ്തിട്ട് യാൺ പുള്ള് ചെയ്ത് എല്ലാ ലൂപ്സിൽ കൂടിയും എടുക്കാം. എന്നിട്ട് നമ്മൾ ഹോൾഡ് വെച്ച് ചെയ്തിരിക്കുന്ന സ്പേസിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ പുള്ള് ചെയ്തെടുക്കാം. ദെൻ ചെയിൻ 1. നമ്മൾ കുറച്ച് വലിയ ഹുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പുള്ള് ചെയ്തെടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. സോ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. ഒരു 10 ജാസ്മിൻ ഫ്ലവേഴ്സ് മേക്ക് ചെയ്യാം. ദെൻ അതിന് ശേഷം നമുക്ക് ഈ റോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് റോ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് ഞാനൊരു 10 ഫ്ലവർ ചെയ്തിട്ടുണ്ട്. 10 അല്ല 12.
നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മളിതുപോലെ പുള്ളി ചെയ്ത് 3 ടൈംസ് എടുത്തതിന് ശേഷം അതിൻ്റെ ബിഹൈൻഡിൽ കാണുന്ന സ്റ്റിച്ചിൽ കൂടി നമ്മൾ എഗെയിൻ 3 ടൈംസ് പുള്ളി ചെയ്തെടുക്കും. നെക്സ്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിൽ ഇതുപോലെ 3 ടൈംസ് എഗെയിൻ നമ്മൾ 3 ടൈംസ് പുള്ളി ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ എല്ലാ ലൂപ്സിൽ കൂടിയും അറ്റ് എ ടൈം നമ്മൾ യാൺ പുള്ളി ചെയ്തെടുക്കണം. കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും, ബട്ട് നമ്മൾ സ്ലോലി ചെയ്യുക, നമുക്ക് പുള്ളി ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ പുള്ളി ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ആ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്പേസിൽ നിന്ന് നമുക്ക് ഞാൻ പുള്ളി ചെയ്തെടുക്കുക. എന്നിട്ട് ചെയിൻ 1 ആണല്ലേ ഒരു ഫ്ലവറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എഗെയിൻ പിന്നെയും അവിടെ തന്നെ 3 ടൈംസ് നെക്സ്റ്റ് സ്റ്റിച്ചുകളിൽ ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോവുക. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഒരു സ്റ്റിച്ചിൽ 3 ടൈംസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് കാണുന്ന അടുത്തടുത്തുള്ള 3 സ്റ്റിച്ചുകളിലാണ് നമ്മൾ ഈ 3 സ്റ്റിച്ചുകൾ ചെയ്യുന്നത്. അതും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പുള്ളി ചെയ്തെടുക്കുമ്പോഴും കംപ്ലീറ്റ്ലി എല്ലാം ഒരുമിച്ച് എല്ലാ ലൂപ്പിൽ അതിനുള്ളിൽ ചെല്ലുന്നത് കൺഫേം ആക്കിയിട്ട് പുള്ളി ചെയ്തെടുക്കുക. ഇതുപോലെ ആ ചെയിൻ എൻഡ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ചെയിൻ 1, ദെൻ ടേൺ ദ വർക്ക്, ടേൺ ചെയ്തിട്ട് സെയിം ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ആ സ്പേസിൽ ഫസ്റ്റ് ചെയിൻ സ്പേസിൽ നമ്മൾ 3 ടൈംസ് യാൺ പുള്ളി ചെയ്തെടുക്കാം. ചെയിൻ 1, എന്നിട്ട് എഗെയിൻ അവിടെ തന്നെ നമ്മൾ ഒരു ഫ്ലവർ കൂടെ ചെയ്യണം, പുള്ളി ചെയ്തെടുക്കാം. ദെൻ സ്പേസിൽ 3 ടൈംസ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കാണുന്ന സ്പേസിലെ ആ സ്പേസിൽ നമ്മൾ പിന്നെയും 3 ടൈംസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഈ ചെയ്ത സ്പേസിൻ്റെ നെക്സ്റ്റ് സ്പേസിൽ 3 ടൈംസ് പുള്ളി ചെയ്തെടുക്കാം. എന്നിട്ട് ഈ എല്ലാ ലൂപ്സിൽ കൂടെയും ഞാൻ ഓവർ പുൾ ദ ലൂപ്സ്. ഓക്കെ.
ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. ആ റോ എൻഡ് വരെ ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. സോ എൻഡിൽ ഇതുപോലെ നമ്മൾ പുള്ള് ചെയ്തെടുക്കാം. ഫസ്റ്റ് പ്ലേസിൽ, ദെൻ അഗെയിൻ സെക്കൻഡ് പ്ലേസ്, ദെൻ ദ ലാസ്റ്റ് പ്ലേസ്. ആ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ചെയിൻ 1, ടേൺ ദ വർക്ക്. അഗെയിൻ നമ്മൾ ലാസ്റ്റ് റോ ചെയ്ത പോലെ തന്നെ സെയിം ഈ റോയും ചെയ്യാം. സോ ഈ റോയും കൂടെ കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ജാസ്മിൻ സ്റ്റിച്ച്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളത്തെ വീഡിയോയിൽ പുതിയ പ്രൊജക്റ്റായിട്ട് വരാം.